കുട്ടാപ്പി ഇങ്ങോട്ട് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും വിഷു അടിച്ച് പൊളിക്കുന്നുണ്ടാവും അല്ലേ? നമുക്ക് പിന്നെ ഇപ്രാവശ്യം വിഷു ഇല്ല കേട്ടോ. അമ്മമ്മ മരിച്ചതുകൊണ്ട് വിഷു ഒന്നുമില്ല, അതുകൊണ്ട് കണിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ പീരീഡ്സ് ആയിട്ടും ഉള്ളത്, അതുകൊണ്ട് കണി പരിപാടി കാര്യങ്ങളൊന്നുമില്ല. വിഷുവാഘോഷം നമ്മൾ ഏട്ടനും വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും കൂടെ അപ്പുറത്തുനിന്ന് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഏട്ടമ്മക്ക് ഇപ്രാവശ്യം വിഷു ഇല്ല, അതുകൊണ്ട് ഏട്ടമ്മയും കണി വെച്ചിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ കണി കണ്ട് അപ്പുറത്ത് കണ്ട് മടപ്പുരക്കിൽ പോയി. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കണി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അമ്പലത്തിലും മടപ്പുരക്കിലും ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മ കണി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് പുറത്തുനിന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല, പടിഞ്ഞാറ്റ അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. എന്നിട്ടാകുമ്പോൾ വേഗം ചായ ആക്കിയിട്ട് ചായയും കുടിച്ചിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നാണ് ബാക്കി ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് പിന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ റെഡിയായി പോയതിന് ശേഷമാണ് ഞാനിപ്പം കുളിച്ച് റെഡിയായത്. രാവിലെ ഒരു തിരക്ക് തന്നെയായിരുന്നു അവർ റെഡിയാക്കി വിടുന്നത്. അതുകൊണ്ട് എല്ലാവരും അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഇതേ സെയിം ഡ്രസ്സാണ് പിന്നെ നന്ദുവിനും ദേവുവിനും പിന്നെ മാളുവിനും എടുത്തിമുക്കും. അതെ, എടുത്തിമുക്ക് ഒരു കളർ ചേഞ്ച് ഉണ്ട്, പക്ഷേ ഇത് ബാക്കിയും എല്ലാവർക്കും ഇതേ സെയിം ആണ്. അനുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതേ സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ആക്കി കൊടുത്തിട്ടുണ്ട്, അടിച്ചു കൊടുത്തിട്ടുണ്ടതിന്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ എന്തായാലും അപ്പുറത്ത് പോയി കണി കണ്ടിട്ട് വരാം. പിന്നെ രാവിലെ എല്ലാവരും കൈ നീട്ടെല്ലാം കിട്ടി. പിന്നെ ഇനി അപ്പുറം പോയി കണി കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ആ കണിയെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ മടപ്പുരക്കിലെല്ലാം ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കണി കാണാൻ പോകാൻ പറ്റാത്തതുകൊണ്ടും ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ വേഗം വന്ന് പെട്ടെന്ന് ഇത് ഉപ്പുമാവാക്കി. ഉപ്പുമാവും അച്ചാറും വന്നു കേട്ടോ. പഴമൊന്നും വാങ്ങിയതുണ്ടായിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും ഇതാ ഉപ്പുമാവും അച്ചാറും പിന്നെ പഞ്ചസാര വേണ്ടവർ പഞ്ചസാര അങ്ങനെയെല്ലാം എടുത്തിട്ട് പിന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്ദുവിൻ്റെ ദേവൂട്ടിയുടെ ഡ്രസ്സ് കണ്ടാ സെയിം ആണ് കേട്ടോ. ഒരേ തുണി കൊണ്ട് അടിച്ചതാണ്. ദേവൂട്ടിനെ ഒരു വിധത്തിലാണ് പറഞ്ഞ ഡ്രസ്സെല്ലാം ഞാൻ ഇടിയിപ്പിച്ചത്. ദേവൂന് ഇങ്ങനത്തെ ഒന്നും പറ്റൂല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദേവൂട്ടിക്ക് എന്താണ് ടീഷർട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പിന്നെ നേരെ ഏട്ടമ്മേൻ്റെ വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം അടന്ന് കാണാം. ഇനി ഞാൻ വോയിസ് ഓവർ അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ടിട്ട് നിങ്ങളങ്ങ് കണ്ടോ. അപ്പം ഞാനും ഇതൂട്ടനും കൂടിയാണേ പോകുന്നത്. ഇതൂട്ടൻ വലിയമ്മേരെ വീട്ടിലേക്ക് പോവാണേ. യോ ആക്ക് അങ്ങനെ ഞാനും ഇതൂട്ടനും എവിടെയാ പോന്നേ? വലിയമ്മേരെ വീട്ടില്. ഹായ് വന്നേ, ഒരു ഹായ് വന്നേ. ഹായ്, ഹാപ്പി വിഷു പറഞ്ഞേ. ഒരു ഉമ്മ എല്ലാവർക്കും. വലിയമ്മക്ക് ഒരു ഉമ്മ തന്നെ. ഇപ്പോൾ നമ്മൾ കുറ്റാപ്പിയേട്ടൻ്റെ വീട്ടിൽ പോവാന്നല്ലേ? ഇന്നലെ നമ്മൾ പടക്കം പൊട്ടിച്ചിന് പറഞ്ഞേ. ഇന്നലെ നമ്മള് പടക്കം പൊട്ടിച്ചിന്. നിങ്ങൾ പൊട്ടിച്ചിന് ചോദിച്ചേ? നിങ്ങള് പൊട്ടിച്ചിന. നമ്മൾ അമ്പലത്തിൽ പോയിന് വരാ. നമ്മൾ അമ്പലത്തിൽ പോയിന്. നിങ്ങള് പോയിന? ഇല്ല, ഓക്കെ. ശുണ്ടരനാണേ രേ, ഇവിടെ ശുണ്ടരനാണേ. ഒരു ഉമ്മ തരുവാ, ഒരു ഉമ്മ തരുവാ. കുട്ടാപ്പേട്ടൻ പറ്റൂ. നെറ്റെല്ലാം ചൂടുണ്ടേ.
നമ്മൾ ഫുൾ സദ്യയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിന്. ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ നല്ല അവിയലുണ്ട്, പിന്നെ ഓലനുണ്ട്, നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാക്കിയ നമ്മളെ ചിരങ്ങിയും നരയനും കായും പയറെല്ലാം ഇട്ടിട്ടാക്കി നല്ല അടിപൊളി ഓലനുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ പ്രതിയേട്ടൻ്റെ ഫേവറേറ്റ്, അല്ല സോറി ഇത് സാമ്പാറാണ് കേട്ടോ. ഞാൻ കൂട്ടുകറിയാണെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് പ്രതിയേട്ടൻ്റെ ഫേവറേറ്റ് എന്ന്. സാമ്പാർ പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സാമ്പാറുണ്ട്, പിന്നെ പച്ചടി ഉണ്ട്, പിന്നെ കുമ്പളങ്ങ പച്ചടി, പിന്നെ വേറെ കാബേജ് വറവ്, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രതിയേട്ടൻ്റെ ഫേവറേറ്റ് കൂട്ടുകറി. കൂട്ടുകറി ഇല്ലാത്ത സദ്യ ഇല്ലല്ലോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ കറികളും ഇഷ്ടമാണ്, എന്നാലും കുറച്ചും കൂടെ ഫേവറേറ്റ് കൂട്ടുകറിയാണ്. പിന്നെ ഇത് നമ്മളെ നാരങ്ങാക്കറിയും കൂടിയുണ്ട്. പിന്നെ പായസം അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മേമി മക്കളും ആടുന്ന എന്തോ വർത്തമാനത്തിലായാലും പായസം ലേശം ഒന്ന് തുളുമ്പി പോയിട്ടുണ്ടായിനെ. അതാണ് നിങ്ങളിപ്പം കണ്ടത്. പായസം മറിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ഓടി വരുന്ന ഏട്ടത്തിയമ്മ. അപ്പോൾ അവിടുന്ന് എന്തോ നെയ്യെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കലാന്ന് എന്നിട്ട് എല്ലാവരും കൂടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദേവൂട്ടിനെ ഞാനിത് ഡ്രസ്സെല്ലാം പിന്നെ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ദേവൂട്ടിക്ക് കുഞ്ഞിപ്പാപ്പം വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. കണ്ട ആദ്യം കരഞ്ഞിട്ടെല്ലാം ഉണ്ടായിന് ഇടൂലാന്ന്, പക്ഷെ ഇട്ട് കൊടുത്തേരം ഒന്നും കുത്തുന്നൊന്നുമില്ലല്ലോ. ഇട്ടിട്ട് നല്ല കംഫർട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അതുവരെ ഇപ്പം ഞാൻ ഇട്ടതിൻ്റെ അതേ സെയിം ഡ്രസ്സായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട്, എല്ലാവരും അല്ല, ആദ്യത്തെ ട്രിപ്പിൽ ഇരിക്കാൻ പറ്റുന്നവർ ആദ്യത്തെ ട്രിപ്പിലിരുന്നു. അതിന് ശേഷം പിന്നെ ബാക്കി രണ്ടാമത്തെ ട്രിപ്പിലിരുന്നിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിന്. അങ്ങനെ സദ്യയെല്ലാം കഴിച്ച് ഒന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഏട്ടത്തിമ്മയും ഉണ്ടായിന്, അൻഷിയും ഉണ്ടായിന്, എല്ലാവരും വർത്താനം പറഞ്ഞിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കാറ്റും മഴയും വരുന്നുണ്ടായിന് കേട്ടോ. മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ നല്ല കാറ്റുണ്ടായിന്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു. കുറേ സമയം നമ്മൾ ഇറയെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ഇടിയും മഴയും ഒന്നും പറയണ്ട, ഭയങ്കര മഴയായിരുന്നേ. മഴേനെക്കാട്ടിയും കൂടുതൽ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അതായത് മഴ ചെറുങ്ങനെ പെയ്യുമ്പോൾ തന്നെ നമ്മളെ റോഡ് ഫുള്ള് ചളിയായിട്ടുണ്ട്. പിന്നെ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കരം കാറ്റായിരുന്നു കേട്ടോ. മരങ്ങളെല്ലാം ഇങ്ങനെ ആടുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയായിരുന്നു. പിള്ളേരെല്ലാവരും പേടിച്ച് അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാവെല്ലാം ആടുന്ന ആട്ടം കണ്ട അതുപോലെ തന്നെ അത് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ദൂരെ നിങ്ങൾ കാണുന്നുണ്ട്, ആ പ്ലാവ് പൊട്ടി വീണു. അതേപോലെ ഇതാ നമ്മളെ ഒരു തെങ്ങുണ്ടായിനി, അത് ആ പ്ലാവ് പൊട്ടി വീഴുന്ന സീൻ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ പേടിച്ചിട്ട് നേരം അകത്തേക്ക് ഓടിയിട്ടാ. കണ്ട പ്ലാവ് പൊട്ടി വീണിട്ട്. അതിന് മുന്നേ പിന്നെ തെങ്ങ് പൊട്ടി വീണു. ആകെ തേങ്ങ പൊടിക്കുന്ന തെങ്ങുണ്ടായതായിരുന്നു. അപ്പോൾ അതും പൊട്ടി വീണിട്ടുണ്ടായിന്. ഈ സമയത്ത് ഇടി ഉണ്ടായില്ല കേട്ടോ. അതാണ് പിന്നെ ഞാൻ ഫോണും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മളെ വിഷു ആഘോഷം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ കണിയൊന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മഴ പെയ്തതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇതെല്ലാം നമ്മൾ അന്നെടുത്ത ഫോട്ടോസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.